കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തയ്യാറാവണം. നമ്മുടെ കാതുകളെ കൂർപ്പിക്കണം വചനത്തിന് വേണ്ടി. ഏത് സമയത്തും വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. യേശു പറഞ്ഞു, സത്താൻ അല്ലെങ്കിൽ പരീക്ഷകന് അടുത്ത് വന്നപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. 40 ദിവസം യേശു ഫാസ്റ്റിംഗ് ആണ്, ഉപവാസമാണ്. യേശുവിന് വിശക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കുവാൻ ചെന്ന, പക്ഷേ അതിനെ വചനത്താലാണ് യേശു ജയിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല ശക്തികളെയും ജയിക്കണമെങ്കിൽ, അതിനെ നേരിടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ അതിനെ ജയിക്കുവാൻ നമുക്ക് തയ്യാറാകാം. സാഹചര്യങ്ങൾ എതിരാകട്ടെ, വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ മടങ്ങി വരില്ല. അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകലിലും നന്ദിയോടെ സ്തോത്രം ചെയ്ത ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടാൽ അതിനെ തടയാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ നശിപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം അയച്ച ഒരു കാര്യമുണ്ട്. അതിന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ദൈവസഭകളിൽ വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമല്ലോ. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുന്നതാണ്. 19 സങ്കീർത്തനത്തിൽ പറയുന്നു, ഭൂമിയുടെ അറ്റത്തോളം അത് ചെല്ലും. സഹോദരങ്ങളെ, എവിടെ ഇത് ചെല്ലണോ? അതിൻ്റെ അർത്ഥം ആർക്കും ചെല്ലാൻ പറ്റാത്ത ഇടത്ത്, കൂരിരുളിലും സമുദ്രത്തിലും കൊടുങ്കാറ്റിലുമൊക്കെ ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്നു പകൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ഈ പകൽ നമുക്ക് കാതോർക്കാം. ദൈവമേ, അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അവിടുത്തെ ആലോചനയാൽ എന്നെ ഒന്ന് നടത്തണമേ. കദേശ് മരുവിനെ നടക്കുന്ന യഹോവയുടെ ശബ്ദം, വനങ്ങളുടെ തോലിരിക്കുന്ന യഹോവയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശ്രേഷ്ഠ ശബ്ദം, അഗ്നിജാലകളെ ചിഹ്നിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശബ്ദം ഇന്നു പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. അവിടെ നിന്ന് തുറന്നാൽ സഹോദരങ്ങളെ, ലോകത്തിൽ ഒരു ശക്തിക്ക് അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി രക്ഷപ്പെടത്തില്ലെന്നും ഇനിയും തുറക്കത്തില്ലെന്നും ഇനി സാധ്യതയില്ലെന്നും ഒക്കെ പറയുമ്പോൾ വിളിച്ചു പറയണം, എൻ്റെ കർത്താവ് തുറക്കാൻ പോവാ. തുറന്നാൽ ഓരോ ആർഗ്യുമെൻറ്റ്സ് നിങ്ങളുടെ അകത്ത് തന്നെ നിങ്ങൾ പറയുന്നില്ല, ഇനി നടക്കത്തില്ല. കർത്താവ് ഒന്ന് തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. നിയമത്തിന്, രാജ്യങ്ങൾക്ക്, അധികാരങ്ങൾക്ക്, ശത്രുവിന് ഒന്നും എൻ്റെ കർത്താവിൻ്റെ വഴികളെ അടയ്ക്കാൻ കഴിയത്തില്ലെന്ന് ആത്മശക്തിയോടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഹല്ലേലൂയ.
വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവൻ ഉറച്ചു നിന്ന്, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ശക്തിയോടെ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. ഉൽപ്പത്തി പുസ്തകം 26-22 വളരെ സുപരിതമാണല്ലോ. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ഷണ്ട ഇട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവർ അതിന് രഹബോത്ത് എന്ന പേരിട്ടു. നമുക്കറിയാം, ഇസ്ഹാക്കിൻ്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണർ ഫെലിസ്ത്യർ മൂടി എല്ലാം മണ്ണിട്ട് നികത്തി കളഞ്ഞു. ഇത് ഇസ്ഹാക്ക് അറിഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് ഈ വാർത്ത കേട്ട് ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. അബ്രഹാം ആ കിണറിന് വിളിച്ചിരുന്ന പേര് തന്നെ ഇസ്ഹാക്കും വിളിച്ചു. അപ്പോൾ ഗരാർ ദേശത്തെ ഇടയന്മാർ വീണ്ടും വന്ന് ഇസ്ഹാക്കിനോടും ഇടയന്മാരോടും ശണ്ടയിട്ടു. പക്ഷേ എനിക്ക് പറയാനുള്ള സന്ദേശം, ഇവിടെ മൂടിക്കൊണ്ടിരിക്കുമ്പോഴും നിരാശപ്പെടാതെ, ഞാൻ കുഴിച്ചത് മൂടിയല്ലോ, ഞാൻ കുഴിച്ചത് ഇല്ലാതാക്കിയല്ലോ, ഞാൻ കുഴിച്ചത് നിഷ്ഫലമായി പോയല്ലോ എന്ന് പറഞ്ഞ് തളർന്നു പോകാതെ പോരാട്ട വീര്യമുള്ള, വിശ്വാസമുള്ള, ആത്മധൈര്യമുള്ള, കരുത്തുള്ള, അകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയ ആ മനുഷ്യൻ വീണ്ടും കുഴിച്ചു. മൂടിയത് കുഴിച്ചു. അത് മൂടിയപ്പോൾ മറ്റൊരിടത്ത് പോയി വീണ്ടും കുഴിച്ചു. അതാണ് നമ്മുടെ കുറിവാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി വീണ്ടും കുഴിച്ചു. നമ്മളാണെങ്കിലോ 1 കുഴിച്ചു മൂടി, 2 കുഴിച്ചു മൂടി, പ്രാർത്ഥന നിർത്തും, ആരാധന നിർത്തും, വെളിപ്പാടുകൾ പിന്നെ കാണത്തില്ല, ദർശനം അസ്തമിക്കും, നിരാശയകത്ത് വരും. പക്ഷേ വീണ്ടും മാറിപ്പോയി നിയോഗമുള്ളവൻ കുഴിച്ചു. മനസ്സിലായോ പ്രിയരെ? ആത്മശക്തിയുള്ളവനും ദൈവിക നിയോഗമുള്ളവനും വാഗ്ദത്തമുള്ളവരും നിരാശപ്പെടരുത്. 1, 2, 3 തവണ ചിലത് മണ്ണിട്ട് മൂടിയെങ്കിൽ, ചില അവകാശത്തെ ഒതുക്കാൻ നോക്കിയെങ്കിൽ, കടന്നുകയറ്റം വന്നെങ്കിൽ ഭയപ്പെടാതെ വീണ്ടും കുഴിക്കണം, വീണ്ടും മൂവ് ചെയ്യണം, വീണ്ടും നടക്കണം, വീണ്ടും വിശ്വാസം പ്രഖ്യാപിക്കണം, വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങണം, വീണ്ടും ദൈവ നിയോഗം അനുസരിച്ച് അടുത്ത തലത്തിലേക്ക് കയറണം. കയറിയപ്പോൾ, അതാണ് നമ്മുടെ ചിന്താവിഷയം, ദൈവം അവിടെ ഇടമുണ്ടാക്കി. പിന്നെ ഫിലിസ്ത്യൻ ഷണ്ടയ്ക്ക് വന്നില്ല. തളരരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടാതെ ചില സ്റ്റെപ്പുകൾ വീണ്ടും എടുക്കണം. അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, ചിലത് കണ്ട് മൂടപ്പെട്ടു. ചില കുഞ്ഞുങ്ങളോട് നിങ്ങളോട് പറയാൻ ദൈവനിയോഗം, ചിലത് പരാജയപ്പെട്ടു, ഒതുക്കപ്പെട്ടു, ഒന്നും കാണുന്നില്ല, പലതവണയായി, ഒരു വാഗ്ദത്തവും നടക്കുന്നെല്ലാം മൂടപ്പെടുകയില്ല. നീ അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കപ്പെട. നിൻ്റെ മേൽ നിയോഗമുണ്ട്, നിൻ്റെ മേൽ ദൈവിക പ്രോമിസുണ്ട്. നീ വീണ്ടും കുഴിക്കുക, നീ വീണ്ടും പ്രാർത്ഥിക്കുക, നീ വീണ്ടും ആത്മശക്തി ഏറ്റെടുക്കുക, വീണ്ടും നീ പ്രവർത്തിക്കുക, വീണ്ടും നിൻ്റെ മനസ്സിനെ സജ്ജമാക്കുക. നിരാശ വരരുത്, ധൈര്യം ചോർന്നു പോകരുത്, നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയരുത്. ഈ പകൽ ആത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് പറ്റും,
നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കണം. നിന്റെ പിതാവായ അബ്രഹാം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ? ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുത്തവനല്ലേ? ദൈവത്തിന്റെ വിളി കേട്ടവനല്ലേ? ഇസ്ഹാക്കെ അബ്രഹാം ലജ്ജിച്ചു പോയോ? മൊറിയ ദേശത്തെ മലയിൽ ഏകജാതനെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ പുറപ്പെട്ടവനല്ലേ? തകർന്നു പോയോ? ഇല്ല. ആ ഒരു പോരാട്ടവരും നിന്റെ അകത്തുണ്ടാവണം. ഏതിനേയും ജയിക്കുന്ന, ശക്തി പകരുന്ന ആത്മശക്തിയോടെ മുമ്പോട്ട് പോകാൻ നിങ്ങളെ നയിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ ഇറങ്ങിയ കുഞ്ഞെ, ധൈര്യപ്പെട. പലതവണ മൂടി, പലതവണ നഷ്ടപ്പെട്ടു, അകത്തൊതുങ്ങിയിരിക്കുകയല്ലേ? ഇല്ല, തമ്പുരാൻ പറയുന്നു, നീ വീണ്ടും ട്രൈ ചെയ്യണം, നീ വീണ്ടും കുഴിക്കണം, നീ വീണ്ടും മൂവ് ചെയ്യണം, നീ സടകുടഞ്ഞെഴുന്നേൽക്കണം, നീ പുറത്തേക്ക് ഇറങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ കുഴിച്ചത് കണ്ട്, ഒതുക്കിയത് കണ്ട് നീ ഒതുങ്ങി കൊടുക്കാനുള്ളതല്ല, നിന്നെ ഒതുക്കിയ മണ്ഡലത്തോട് യുദ്ധം ചെയ്തിട്ട് പറയണം, ഇനി തോടാൻ പറ്റില്ല, ഇനി മൂടാൻ പറ്റില്ല, ഇനി ഒതുക്കാൻ പറ്റില്ല, ഇനി അസ്തമിക്കാൻ പറ്റില്ല. ഞാൻ എഴുന്നേൽക്കാൻ പോകുക. അവിടെ ഇടമുണ്ടാക്കിയത് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവയുടെ ഇടമുണ്ടാക്കി ദേശത്ത് വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ഓടിപ്പോകാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഭീരുക്കളാണ് പിന്തിരിഞ്ഞോടുന്നത്. നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ ഈ പകൽ ദൈവശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ നമുക്കൊരുങ്ങാം. പിതാവേ, ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ, തലമുറകളുടെ മേൽ, ദൈവസഭകളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ജനം ധൈര്യത്തോടെ പുറത്തു വരട്ടെ. ആത്മാവിൽ അവർ എഴുന്നേൽക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. നാളുകൾ മൂടപ്പെട്ടത്, ഒതുക്കപ്പെട്ടത്, മണ്ണിട്ടത് ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ വീണ്ടും തുറക്കുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. അടച്ചിട്ട മണ്ഡലത്തെ പൊട്ടിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ എഴുന്നേൽക്കുന്നു. ഞങ്ങളുടെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്, ഞങ്ങളുടെ മേൽ ദൈവ നിയോഗമുണ്ട്. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവകൃപ ഏറ്റെടുക്കൂ. പരിശുദ്ധാത്മ ശക്തിയാൽ നയിക്കപ്പെടൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസിഫിക് ജുമാത്ത്.